Morning. Good morning, ma'am. Good morning, Miss. Morning. Good morning, ma'am. Hello. തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ് തണുപ്പ്. ശ്രീലക്ഷ്മിയുടെ വീട് എവിടെയാണ്? മണ്ടൂര്. ഓക്കെ. നല്ല തണുപ്പാണല്ലേ? ഓക്കെ. ആ, എല്ലാവരും മറ്റേ കാടൻ പ്രദേശത്താണോ വീട്? ഷെറിന്റെ ഒക്കെ അതായിരിക്കും തണുപ്പ് കൂടുതൽ അല്ലേ? ആ, വയനാടാണല്ലേ? ഓക്കെ ഓക്കെ. നല്ല തണുപ്പായിരിക്കും. സെറ്ററൊക്കെ ഇട്ടാണോ ഇരിക്കണേ? സെറ്ററൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി. ചൂട് ചായ വെക്കാം. ചൂട് ചായ ഒക്കെ വെച്ച് ക്ലാസ് കേട്ടോണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. തണുപ്പൊക്കെ കുറഞ്ഞോളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തണുത്ത് വരച്ചിരിക്കാനാണല്ലോ എല്ലാവരും. ഓക്കെ, നമ്മള് ഇനി 27 തുടങ്ങിയല്ലേ പറയുന്നത്? 26 വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ്. ഡൗട്ട് ഉണ്ടോ ഇന്നലെ പറഞ്ഞതില്? ഓക്കെ ആണല്ലേ? അപ്പൊ 27th നോക്കിയേ. 1 മിനിറ്റ് മ്യൂട്ട് ചെയ്തോട്ടെ കേട്ടോ. നോക്കാട്ടോ. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. എന്താണ് മോക്ക് ഡ്രിൽസ്? എന്താണ് മോക്ക് ഡ്രിൽസ്? എന്താണെന്നറിയോ മോക്ക് ഡ്രിൽസ് എന്താണെന്ന്? എന്താണ് അറിയാൻ പറ്റുമല്ലോ? ആ, ഡെമോ കാണിക്കുന്നതല്ലേ? എന്തിന്റെ ഡെമോ ആണ് കാണിക്കുന്നത് അവിടെ? എന്തിന്റെ ഡെമോ ആണ്? നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോ എന്താണ് ചിലപ്പോ ദുരന്തങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഇപ്പോ എന്താ CPR കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡെമോ കാണിച്ചു തരാറില്ലേ? ആ, ഫയറിന്റെ ഓക്കെ, ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാറില്ലേ? എങ്ങനെയാണ് നമ്മള് എന്താണ് ഇങ്ങനെ ഫയർ അല്ലെങ്കിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പേടിച്ച് നിൽക്കാതെ എങ്ങനെ നമ്മൾ അതിൽ തരണം ചെയ്തു പോകണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നവര് പറഞ്ഞു തരാറില്ലേ? പോലീസുകാരൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മോക്ക് ഡ്രിൽസ്? ഓക്കെ, ഇനി അപ്പോ മോക്ക് ഡ്രിൽസ് ഇവിടെ പറയുന്നത് എന്താണ്? മോക്ക് ഡ്രിൽസ് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താണ്? ഫയറുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ അല്ലെ, ദുരന്തമായിട്ട്, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ വഴിയിൽ ഒരാളിപ്പോ കുഴിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അയാൾക്ക് CPR കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനുകരണങ്ങളാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. എന്താണ്? അനുകരണങ്ങൾ. ഓക്കെ, നോക്കാം നമുക്ക്. മോക്ക് ഡ്രിൽസ് ഈസ് എ സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമുലേഷൻ എന്താ? എന്താണ്? ഇപ്പൊ പറഞ്ഞല്ലോ മിസ്, സിമുലേഷൻ എന്ന് പറഞ്ഞാല് അനുകരണം. ഓക്കെ, എക്സസൈസ് ഓഫ് പ്രിപ്പയർഡ്നെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. നമ്മൾ എന്താണ് മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാല് ഒരു അനുകരണമാണ് അല്ലെ? അത് റിയൽ അല്ല, അനുകരിച്ച് കാണിക്കുന്നതാണ്. എന്തെങ്കിലും ഇവന്റ്, എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു അനുകരണമാണ് എന്ത് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. It could be a event or a disaster. ഒരു സംഭവമാവാം, അല്ലെങ്കിൽ എന്താണ് ഒരു ദുരന്തമാവാം. This is basically a dry run or preparedness drill. എന്താണ് ബേസിക്കലി പറഞ്ഞാൽ എന്താണ്? ഇതൊരു റിയൽ വൺ അല്ല,
എന്താണ് ഒരു തയ്യാറെടുപ്പാണല്ലേ. ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്നതിനുള്ള ഒരു എന്താണ് അനുകരണമാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാല്. ഫോർ എക്സാമ്പിൾ നോക്കി, ഫയർ മോക്ക് ഡ്രിൽസ്. എന്താണ് ഫയർ മോക്ക് ഡ്രിൽസ്? ഗ്യാസിനൊക്കെ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കെടുത്താം എന്നൊക്കെ പറഞ്ഞു തരാറല്ലേ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു തരാറുണ്ടോ? സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. NSS-ഉമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് ഇപ്പൊ CPR കൊടുക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് സിലിണ്ടേഴ്സ് തീ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയത് കെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരാറുണ്ട് സ്കൂളിലൊക്കെ. കണ്ടക്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, മോക്ക് ഡ്രിൽസ്. ഇനി എന്താണ് ഡിസാസ്റ്റർ ഡ്രിൽസ് അല്ലെ, ദുരന്തമായിട്ട് ബന്ധപ്പെട്ടത്. കോഡ് ബ്ലൂ ഡ്രിൽസ് എന്താ? കോഡ് ബ്ലൂ എന്താണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കോഡ് ബ്ലൂ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. കാർഡിയാക്ക് അല്ലെ, CPR കൊടുക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ അല്ലെ. എന്താ പറയുന്നത്? ആഗോളതലത്തിലെ പകർച്ചവ്യാധികൾ വരുമ്പോ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രില്ല്. എക്സാമ്പിൾ പറയാൻ പറ്റോ? ആഗോളതലത്തിലുള്ള പകർച്ചവ്യാധികള് അല്ലെങ്കിൽ ഇപ്പോ വന്നിട്ടുള്ള പകർച്ചവ്യാധികൾ എന്തൊക്കെയാണ്? കോവിഡ് പറയാൻ പറ്റും. അതുപോലെ നിപ്പ. അപ്പോ നിപ്പ അതുപോലെ തന്നെ കോവിഡ് ഒക്കെ വന്നപ്പോഴും ഇതുപോലെ മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ മാസ്ക് ധരിക്കണം, അതുപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം അല്ലെ. ടെലിവിഷനിലൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ ഓരോ മോക്ക് ഡ്രിൽസ് പല എന്താണ് ജില്ലകളിലൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ മോക്ക് ഡ്രിൽസ് എന്താണെന്ന്? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഈ മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാല് ഒരു അനുകരണമാണെന്നല്ലേ. അപ്പോ ചിലപ്പോ എന്താണ് പോലീസുകാര് വന്നിട്ട്, സ്കൂളിലൊക്കെ ആണെങ്കിലും പോലീസുകാർ വന്നിട്ട് അതിന് ഡെമോ കാണിച്ചു തരാറുണ്ട്. CPR കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു എന്താണ് ഒരു ബൊമ്മ അല്ലെങ്കിൽ എന്താണ് ഒരു ഇതിനെ കിടത്തിയിട്ട് അല്ലെ, ബൊമ്മനെ പോലെ എന്താ പറയാ, ബൊമ്മയാണോ അല്ലെ, ബൊമ്മനെ കിടത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് നെഞ്ചത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അല്ലെ CPR കൊടുക്കുന്നത് കാണിച്ചു തന്നിട്ടില്ലേ? അപ്പൊ ഒരു അനുകരണമാണ്. അതെന്ത് ചെയ്യുന്നത്? മറ്റുള്ളവര് അത് കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോ ചില സ്റ്റാഫുകളുമായിട്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ സ്റ്റാഫുകൾക്ക് CPR ഒരാൾക്ക് കൊടുക്കുന്നത് അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഉള്ള പേഴ്സൺ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്? അത് കണ്ട് പഠിക്കുന്നു അല്ലെ. ഇങ്ങനെ മറ്റുള്ളവരെ അത് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മോക്ക് ഡ്രിൽസ് നടത്തുമ്പോ അതിൽ നിന്ന് മറ്റുള്ളവർ അത് കണ്ടുപഠിക്കുന്നു അല്ലെ, പരിശീലനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യാം. ഇപ്പൊ എന്താണ് ഗ്യാസ് തീ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മോക്ക് ഡ്രിൽസ് നടത്തുമ്പോ ആ ഗ്യാസിന്റെ തീ എങ്ങനെ അണയ്ക്കാം എന്ന് മറ്റുള്ളവരത് കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ കണ്ട് മനസ്സിലാക്കുമ്പോൾ അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരത് ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുമ്പോ CPR കൊടുക്കുമ്പോൾ അത് നിരീക്ഷിക്കുമ്പോ എന്താണ് അതിൽ നിന്നും വ്യത്യാസങ്ങൾ ഓരോരുത്തരും നിരീക്ഷിക്കുന്നത് വ്യത്യാസ തലത്തിലായിരിക്കാം. അവരെ നിരീക്ഷിക്കുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ഓക്കെ ആണ്. ഇനി അതിന്റെ ഫോർമുല നിങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ? പ്രിന്റഡ് ബുക്കിലുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ മിസ്സിന്റെ കൊടുത്തിട്ടില്ല. മിസ് ഒന്നും കൂടി പറയാം കേട്ടോ. അതിന്റെ ഫോർമുല നോക്കിയേ. Total number of variation observed in mock drill divided by total number of observation made into 100 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ഓക്കെ ആണോ? വായിച്ചത് കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? ഫോർമുല ഫുള്ളി അല്ലേ? എന്നാല് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഒന്ന് എഴുതിയെടുത്തോളൂ, മിസ് പറഞ്ഞു തരാം. നോക്കിക്കോളൂ കേട്ടോ. മിസ് വായിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ്
observed in a mock drill. അത്ര വരെ ഉള്ളെങ്കിൽ ബാക്കി പറയുന്നത് എഴുതിയെടുത്തോളൂ കേട്ടോ. Total number of variation observed in a mock drill divided by total number of observation made. Total number of observation made, M-A-D-E, made into 100. Formula എല്ലാവർക്കും കിട്ടിയോ? Okay. ഇനി എന്താ പറയുന്നത്? Total number of variation observed in a mock drill. അല്ലെ, ഒരു mock drill നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണമാണ് നിരീക്ഷിക്കുമ്പോൾ അതിൽ എത്ര എണ്ണം വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഓരോരുത്തരും നിരീക്ഷിക്കുമ്പോൾ വ്യത്യാസമായിരിക്കാം. അങ്ങനെയുള്ള ടോട്ടൽ നമ്പർ ആണ് എവിടെ കൊടുക്കേണ്ടത്? ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണത്തിന് വ്യത്യാസം വന്നു പറഞ്ഞു തരാം കേട്ടോ. ഫോർമുല ഒന്നും കൂടി നോക്കിക്കോളൂ. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്, MADE, into 100. Total number of variation observed in a mock drill. എന്താ പറയുന്നത്? ഒരു മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണം വ്യത്യാസം വരുന്നുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്, അല്ലെ, നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഇപ്പൊ നമ്മൾ ഒരു 10 എണ്ണം നിരീക്ഷിച്ചു, അതില് 2 എണ്ണം കണ്ടപ്പോൾ എന്താണ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്താ എഴുതുന്നത്? വ്യത്യാസം വരുന്ന നമ്പർ അല്ലെ, ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ നിരീക്ഷിച്ചതിന്റെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടോ? ഫോർമുല കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കട്ടോ. 28 നോക്കിയേ. Patient fall rate falls per 1000 patient days. If fall is defined as loss of upright position that result in landing of the floor, ground, or an object or furniture, or a sudden uncontrolled and international and purposeful downward displacement of the body to the floor or ground, or hitting other object like a chair or stair. എന്താ പറയുന്നത്? ഫാൾ എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസ് വീഴുന്ന റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയെല്ലാം വീഴാം പേഷ്യൻസ്? അവര് വീഴുന്നത് എങ്ങനെയാണ്? അൺഇന്റൻഷണൽ അല്ലെ. അൺഇന്റൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപൂർവ്വമല്ലാതെ അല്ലെ, മനഃപൂർവ്വമല്ല അവര് വീഴുന്നത്. ചിലപ്പോ എന്താണ്? ചിലപ്പോ ഫ്ലോറിൽ വലുതും കിടക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എന്താണ് ചെയറിൽ തട്ടിയോ, അല്ലെങ്കിൽ ഒരു ഫർണിച്ചറിൽ തട്ടിയോ പെട്ടെന്ന് മനഃപൂർവ്വമല്ലാതെ അവർ ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്കൊക്കെ വീണു പോകാം. അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കിട്ടിയോ? It is an event that ends the person coming to rest unknowingly on the ground or floor and or other lower level. എന്താണ്? പേഴ്സൺസ് അല്ലെ, അവിടെ ഉള്ള പേഷ്യൻസ് അവർ അറിയാതെയാണ്, അൺനോയിങ്ലി എന്ന് പറയുന്നത് അല്ലെ, അറിയാതെ വീണു പോകാം. ഇതിന്റെ ബേസിലാണ് വീണു പോകുന്നത്? ഫ്ലോറിൽ എന്തെങ്കിലും കിടക്കുന്നത് കൊണ്ടോ, ചിലപ്പോൾ തെന്നി വീഴാം. അതുപോലെ തന്നെ എന്താണ്? ഫർണിച്ചർ അതിൽ തട്ടിയോ അല്ലെങ്കിൽ ചെയറിൽ തട്ടിയോ എന്താണ് താഴേക്ക് വീണു പോകാം. അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? കിട്ടിയോ? പേഷ്യന്റ് ഫാൾ റേറ്റ്. ഓക്കെ. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. ഫോർമുല നമ്പർ ഓഫ് പേഷ്യൻസ് ഫാൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ് ഇൻടു 1000. എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് ഫാൾ അല്ലെ, പേഷ്യന്റ് വീണതിന്റെ ടോട്ടൽ നമ്പർ
ഡിവൈഡഡ് ബൈ എത്ര പേഷ്യൻസ് ഉണ്ട് അവരുടെ ടോട്ടൽ എണ്ണം ഇൻടു 1000. ക്ലിയർ അല്ലേ? ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. എളുപ്പല്ലേ ഫോർമുല? ഓക്കെ ആണോ? പേഷ്യന്റ് ഫാൾ റേറ്റ് ഓക്കെ ആണോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് നോക്കിയേ, 29th എന്താണ്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എന്താണ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല്? നിയർ മിസ്സസ് എന്താ പറയേണ്ടത്? പേഷ്യന്റ് ഫാൾ റേറ്റ് ഒന്നുകൂടി പറയണോ? പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് വീണു പോകുന്ന റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തിന്റെ ബേസിലാണ് അവർ വീണു പോകുന്നത്? അവര് മനഃപൂർവ്വമല്ല, അറിയാതെയാണ് വീണു പോകുന്നത്. ചിലപ്പോ ഗ്രൗണ്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഫ്ലോറിൽ കിടക്കുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റിൽ തിരിഞ്ഞു വീഴാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ ചെയറിൽ തട്ടാം, അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള ഫർണിച്ചറിലൊക്കെ തട്ടിയിട്ട് അവർ പെട്ടെന്ന് വീണു പോകാം. മനഃപൂർവ്വമല്ലാതെ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്കൊക്കെ അവർ വീണു പോകുന്ന റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ്, പേഷ്യൻസ് വീണു പോകുന്നതിന്റെ ടോട്ടൽ എണ്ണം, വീണ പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 1000. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? നിയർ മിസ്സസ്. എന്താണ് നിയർ മിസ്സസ്? നമ്മൾ വേറെ പേര് പറയാറുണ്ട്. ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ റോഡിലൂടെ നടന്നു പോകുമ്പോ ജസ്റ്റ് എന്താണ് നിങ്ങൾ ഇപ്പോ വണ്ടി ഇടിക്കാൻ പോകുമ്പോ നിങ്ങൾ എന്ത് പറയാറുണ്ട്? ഓ ജസ്റ്റ് മിസ്സായി പോയിന്നല്ലേ, ജസ്റ്റ് മിസ് എന്ന് പറയാറുണ്ടോ നിങ്ങള്? പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓ അപ്പൊ വണ്ടി ഇപ്പൊ ഇടിച്ചാൽ എന്ന് പറയാറുണ്ടല്ലേ, ജസ്റ്റ് മിസ് എന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെയുള്ള പേരാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. A near miss is an unplanned event. എന്താണ് അൺപ്ലാൻഡ് എന്ന് പറഞ്ഞാല്? നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാത്തൊരു സംഭവമാണ് അല്ലെ. നമ്മൾ എന്താണ് ഇപ്പൊ വണ്ടി ഇടിക്കാൻ പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണോ ഉണ്ടാവുന്നത്? അല്ല. ചിലപ്പോ എന്താണ് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തലയിൽ തേങ്ങ വീഴാൻ പോകുന്നു. എന്താണ് അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇവന്റ് ആണോ? അല്ലല്ലേ. നമുക്ക് എന്താണ് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ചിലപ്പോ തേങ്ങ വീഴാൻ പോകുമ്പോ നമ്മള് അത് അറിയാനും കൂടി ഉണ്ടാവില്ല. പെട്ടെന്ന് നമ്മൾ നടന്നു പോകുമ്പോ ആയിരിക്കും എന്താണ് നമ്മളുടെ തലയിലോട്ട് വീഴാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പെട്ടെന്ന് തേങ്ങ വീഴാൻ പോകുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമ്മൾ എന്താണ് അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. ഓക്കെ. അപ്പൊ നോക്കിയേ, നിയർ മിസ്സസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ injury, illness or damage but had the power to do so. എന്താ പറയുന്നത്? ഒരു നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് ഒരു അൺപ്ലാൻഡ് ഇവന്റ് ആണ്. അപ്പോ അതിൽ നിന്നും എന്താണ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഇൽനെസ് ഉണ്ടാകുന്നത്, ഡാമേജ് ഉണ്ടാകുന്നതിൽ നിന്നൊക്കെ നമ്മള് രക്ഷപ്പെടാറുണ്ട്. പക്ഷെ എന്താണ് but had the power to do so. എന്താണ് അതിന് ഇഞ്ചുറി ഉണ്ടാക്കാനായിട്ട്, ഡാമേജ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടാക്കാനായിട്ടുള്ള പവർ ഉണ്ടല്ലേ? ഉണ്ടോ? പെട്ടെന്ന് തലയിൽ തേങ്ങ വീണാല് അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് നമ്മള് വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് രോഗം അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള പവർ അതിനുണ്ട്. ഓക്കെ ആണോ? ഇനി എന്താണ് errors that did not result in patient harm but could have can be classified as near misses. അപ്പോ എന്താണ് പേഷ്യൻസിന് നിയർ മിസ്സസ് കൊണ്ട് എന്താണ് പേഷ്യൻസിന് ഹാർംഫുൾ ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ എന്താണ് അതിനുള്ള പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ നിയർ മിസ്സസിനെ എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നിയർ മിസ്സസ് എന്ന് പറഞ്ഞാണ്. നിയർ മിസ്സസിന്റെ കാറ്റഗറിയിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മൾ ജസ്റ്റ് മിസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡന്റ് റിപ്പോർട്ടഡ്. അവിടെ ഒന്ന് ഇൻറ്റു ചേർത്ത് കൊടുക്കണം കേട്ടോ.
number of incident reported into 100. എന്താ പറയുന്നത്? എത്ര എണ്ണം നിയർ മിസ്സായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ ഡിവൈഡഡ് ബൈ അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവങ്ങൾ അല്ലെ? സംഭവങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. എത്ര എണ്ണം നിയർ മിസ്സായിട്ടല്ലേ? ജസ്റ്റ് മിസ്സായി പോയിട്ടുണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ എത്ര ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഓക്കെ, ഇനി നോക്കിയേ 13th one നോക്കിയേ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞാല്? എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി? എന്താണ് നീഡിൽ എന്ന് പറഞ്ഞാൽ? എന്താ? ഇഞ്ചക്ഷൻ വെക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ എന്താണ്? കുത്തിക്കേറുന്നത് അല്ലെങ്കിൽ എന്താണ്? ചിലപ്പോ നീഡില് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടോ പെട്ടെന്ന് കൈമുറിയില്ലേ നമ്മളുടെ? അതാണ് കേട്ടോ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പെട്ടെന്ന് മുറിയുന്ന അതിനെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത്? ഇൻസിഡന്റ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഓക്കെ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഇസ് എ പെർഫോറേറ്റിംഗ് സ്റ്റാബ്. പെർഫോറേറ്റിംഗ് സ്റ്റാബ് എന്ന് പറഞ്ഞാല് സുഷിരം വരിക അല്ലെ? നമ്മുടെ നീഡില് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ടോ കൈ മുറിയുമ്പോ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? എന്താ ഉണ്ടാവാ? മുറിയുമ്പോ എന്തുണ്ടാവാ? അവിടെ ഒരു സുഷിരം അല്ലെ? കൈ മുറിയുമ്പോ എന്താണ്? അവിടെ ഒരു സുഷിര മുറിവുണ്ടാകുന്നുണ്ട്. അതാണ് എന്താണ്? പെർഫോറേറ്റീവ് സ്റ്റാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? That may result is exposure to blood or other blood fluids. ഇനി മുറിയുമ്പോ എന്ത് സംഭവിക്കും? ആ മുറിവുണ്ടാകുമ്പോ എന്താ വരുന്നത്? അതിൽ നിന്ന് എന്താ ഉണ്ടാവാ? ബ്ലഡ് വരാറുണ്ട് അല്ലെങ്കിൽ അത് എന്താണ്? ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് വരാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ ദ wounds caused by needles that accidentally puncture the skin. അല്ലെ? നമ്മൾ എന്താണ്? അറിഞ്ഞോണ്ടല്ല അറിയാതെ ആ നീഡിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്നോ കത്തിയിൽ നിന്നൊക്കെ എന്താണ്? ഷാർപ്പ് ഒബ്ജക്റ്റ് മനസ്സിലായില്ലേ? എന്തെങ്കിലും നീഡിലില്ലാത്ത വേറെ എന്തെങ്കിലും കത്തിയോ കത്തിയിൽ നിന്നൊക്കെ മുറിയുമ്പോ എന്ത് സംഭവിക്കാറുണ്ട്? ബ്ലഡ് വരാറുണ്ട്. അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് parenteral exposure divided by number of inpatient days into 1000. Number of parenteral exposure. Parenteral exposure എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ് parenteral exposure? ഇങ്ങനെ ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്നോ പറഞ്ഞു തരാം. parenteral exposure എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നീഡിൽ നിന്നോ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്നൊക്കെ എന്താണ്? ഇഞ്ചുറീസ് ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നതിനെയാണ് parenteral exposure എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? എഴുതി വെക്കണോ? അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. Parenteral exposure is ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിയാൽ മതി കേട്ടോ. Any injury caused by COST, caused by any sharp object, കിട്ടിയോ? Any injury പറഞ്ഞുതരാം. Any injury caused by any sharp object. ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഇഞ്ചുറി അതിനെയാണ് എന്ത് പറയുന്നത്? parenteral injury എന്ന് പറയുന്നത്. സോറി, parenteral exposure എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ,
അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ. ഫോർമുല എന്താ പറയുന്നത്? പാരന്റ് അങ്ങനെയുള്ള എക്സ്പോഷറിൽ നിന്ന്, അങ്ങനെയുള്ള എന്താണ് ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്ന് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്ന് ഉണ്ടായ മുറിവ് എത്ര എണ്ണമാണ്, അതേ ഡിവൈഡഡ് ബൈ അവിടെയുള്ള ഇൻപേഷ്യൻസ് അല്ലെ, എടുത്ത് ചികിത്സിക്കുന്ന പേഷ്യൻസ്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 1000. കിട്ടിയോ? നോക്കിയേ എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്ന് എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെയുള്ള ഇൻപേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 1000. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് അത്രയൊന്ന് വായിച്ചു നോക്കിയേ, അത്ര ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ ആണോ? പാരന്ററൽ എക്സ്പോഷർ ഒക്കെ ആണോ? കിട്ടിയില്ലേ അത്? അതിന്റെ എന്താണ് പറഞ്ഞത് ക്ലിയർ ആയില്ലേ? എന്താണ് പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഇഞ്ചുറി കോസ്ഡ് ബൈ ദ എനി ഷാർപ്പ് ഒബ്ജക്റ്റ്, ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന മുറിവുകൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി 13th വൺ നോക്കാം. 31 നോക്കിയേ. Appropriate handover during shift change to be done separately for doctor and nurse per patient per shift. എന്താണ്? നഴ്സുമാർക്കും ഡോക്ടർമാർക്കും എന്തുണ്ട്? ഷിഫ്റ്റ് ചേഞ്ച് അല്ലെ, ഓരോ ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ്, അങ്ങനെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് അവര് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഡ്യൂട്ടീസ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ടോ ഹാൻഡ് ഓവർ ചെയ്ത്? ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ഡോക്ടേഴ്സ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ, എന്താണ് ഡോക്ടേഴ്സ് ഉണ്ടാവും, മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവരുടെ ഡ്യൂട്ടീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ആ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് done appropriately divided by total number of handover opportunities into 100. എന്താ പറയുന്നത്? ഉചിതമായ എത്ര എണ്ണമാണ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നത്? ഉചിതമായിട്ട്, അപ്രോപ്രിയറ്റ്ലി അല്ലെ, ഉചിതമായിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ
അതുപോലെ തന്നെ എന്താണ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനുള്ള അവസരങ്ങള്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവസരങ്ങൾ അല്ലെ. ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എത്ര എണ്ണമാണ് ലഭിച്ചിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. അതാണ് അതിന്റെ ഫോർമുല പറയുന്നത്. ക്ലിയർ ആയോ? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. ഉചിതമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് എത്ര എണ്ണമാണ്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എത്ര എണ്ണമാണ്, അവസരങ്ങൾ എത്ര എണ്ണമാണ് ലഭിച്ചിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ? എളുപ്പല്ലേ പഠിക്കാനായിട്ട്? ഓക്കെ, ഡൗട്ട് ഒന്നും വരുന്നില്ലല്ലോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ 32 കേട്ടോ. അതോടുകൂടി നമ്മളുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അവസാനിച്ചു. നോക്കിയേ, ലാസ്റ്റ് വൺ ആണ് ഇനി പറയാൻ പോകുന്നത്. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. നമ്മള് എന്താണ് പ്രിസ്ക്രിപ്ഷൻ, ഇവിടെ കംപ്ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പറയാൻ പറ്റോ? കംപ്ലൈൻസിന്റെ അർത്ഥം എന്താ? പാലിക്കുക. വെരി ഗുഡ്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ. വെരി ഗുഡ്. അപ്പോ നമുക്ക് നോക്കാം കേട്ടോ. മെഡിക്കേഷൻ അല്ലെ, മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അതിനകത്ത് എങ്ങനെ എഴുതണം എന്നാ പറയുന്നത്? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അതാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത്. എന്താ പറഞ്ഞത്? മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതുമ്പോ, ഡോക്ടേഴ്സ് എഴുതുമ്പോ അതിനകത്ത് എങ്ങനെ എഴുതണം? ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? മെഡിക്കേഷൻ അല്ലെ, മെഡിസിൻസ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. ആ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നത് അതിന്റെ എന്താണ്, അതിന്റെ പ്രൊസീജിയർ അതാണ്. ആ പ്രൊസീജിയർ പാലിക്കുന്നവരുടെ എണ്ണമാണ് അല്ലെങ്കിൽ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയ ഫോർമുല, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻറ്റു 100. ക്ലിയർ ആയില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ അതിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷന്റെ റേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഫസ്റ്റ് ഭാഗങ്ങൾ എടുത്തോളൂ കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫസ്റ്റ് ഭാഗങ്ങളൊന്നും എടുത്തേ. ഫസ്റ്റ് വൺ, the time taken for initial assessment. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ്, അതുപോലെ ഫോർത്ത്, മെഡിക്കേഷൻ എറർ റേറ്റ്. ഫോർത്ത് വൺ അടയാളപ്പെടുത്തിയോ? ഫസ്റ്റ് പേജില് ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും. ഇനി സെവൻത്ത് വൺ, അതുപോലെ 9th and 10th. 7, 9, 10. സെക്കൻഡ് പേജ് കംപ്ലീറ്റ് ആയില്ലേ? ഇനി തേർഡില് 14th വൺ, 14th and 16th. 16th കേട്ടോ. 14ഉം 16ഉം. ഈ നെക്സ്റ്റ് പേജില് 17, 19, 21, 23. 17, 19, 21, 23. നെക്സ്റ്റ് പേജില് 24. 24 അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ലാസ്റ്റ് പേജില് 28, 31, 32. 28, 31, 32. ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ?
അടയാളപ്പെടുത്തിയോ? മാർക്ക് ചെയ്ത് വെച്ചില്ലേ? ലാസ്റ്റ് പേജിലെ പറയണോ? 28, 31, 32. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ കേട്ടോ. അതോടുകൂടി നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ക്വാളിറ്റി ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ്. എക്സാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോ ഒരു മാർച്ചോട് കൂടിയൊക്കെ ഉണ്ടാവായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഉണ്ടാവായിരിക്കും, അറിയില്ല മിസ്സിന് കേട്ടോ. ഫെബ്രുവരി ഒരു പകുതി ആകുമ്പോഴേക്കും നിങ്ങളുടെ പോർഷൻസ് എന്തായാലും കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് 2 ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട് കേട്ടോ, ഞാൻ എടുക്കുന്നത്. ഓക്കെ, അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടുത്തെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, എക്സാമിന്റെ കാര്യങ്ങള് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അറിയിക്കും. സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാംസ് അറ്റ് ദ ഹോസ്പിറ്റൽ. എന്താ പറയുന്നത്? ക്വാളിറ്റി മാനേജറിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്. ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട സെല്ല് എന്താ സപ്പോർട്ട് ചെയ്യണം. ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട സെല്ലിന്റെ എന്താണ് പിന്തുടരേണ്ടത് അല്ലെങ്കിൽ എന്താണ് അത് സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണെന്നാ പറയുന്നത്? ക്വാളിറ്റി മാനേജർ ആണ്. ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസിന്റെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ടത് ക്വാളിറ്റി മാനേജർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അതുപോലെ സ്പെസിഫിക്കേഷൻ അല്ലെ ഇന്ന കാര്യങ്ങൾ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സ് ആവാം, പ്രൊസീജിയേഴ്സ് ആവാം, സ്പെസിഫിക്കേഷൻസ് ആവാം, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഡ്യൂട്ടിമാരുടെയാണ് ഈ ക്വാളിറ്റി മാനേജറുടെയാണ്. ഇനി നോക്കിയേ എന്താ പറയുന്നത്? he or she must encourage quality improvement in all the process and procedures of the hospital and shares എന്താണ് റിപ്പോർട്ട്സ്. എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യണം അല്ലെ? ഒരു ഹോസ്പിറ്റൽ നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ക്വാളിറ്റി നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കണം ഹോസ്പിറ്റലുകളില്. അങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആയാലും അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സിംഗ് ആയാലും പ്രവർത്തനങ്ങളൊക്കെ ആയാലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ റിപ്പോർട്ട്സുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതും ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ളൂ കേട്ടോ. ഇനി എന്താണ് അതിന്റെ അദ്ദേഹത്തിന്റെ ഈ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടൊന്ന് നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ ഈ പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ. ensure good quality non-clinical service such as infection prevention, security, diet, etc. അപ്പോ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ഉണ്ട്, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക, സെക്യൂരിറ്റിയുമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഡയറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നോൺ ക്ലിനിക്കൽ സർവീസ് അല്ലെ, ചികിത്സാപരമല്ലാത്ത സർവീസ് ആണ് നോൺ ക്ലിനിക്കൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ നോൺ ക്ലിനിക്കൽ സർവീസ് എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഡയറ്റ് ഉണ്ട്. അതിന്റെയൊക്കെ ക്വാളിറ്റി ഇത് ചെയ്യണം, ഉറപ്പ് വരുത്തുക. എൻഷുറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഉറപ്പുവരുത്തുക. അത് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ക്വാളിറ്റി മാനേജറുടെയാണ്. സെക്കൻഡ് വൺ എന്താണ്? ensuring clean surroundings, OPD area, ward, labor room, OT and patient amenities. Amenities എന്താ? എന്താ amenities? സൗകര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ കമ്പോണൻസില്, ക്വാളിറ്റിയില് ഓർമ്മയുണ്ട പറഞ്ഞതൊക്കെ? എവിടെ ഓർക്കാനല്ലേ? എമിറ്റീസ് എന്ന് പറഞ്ഞാല് സൗകര്യങ്ങൾ കേട്ടോ. ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? OPD ഏരിയ, അതുപോലെ വാർഡുകള്, അതുപോലെ ലേബർ റൂംസ്, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ പേഷ്യൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങള്, അതുപോലെ ഔട്ട്സോഴ്സ് സർവീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹൗസ് കീപ്പിങ്ങിലൊക്കെ എന്താണ്? പുറത്തു കൊടുക്കുന്ന അല്ലെ, അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സർവീസുകളൊക്കെ കോൺട്രാക്ട് ബേസിൽ നമ്മൾ കൊടുക്കാറില്ലേ? അങ്ങനെയുള്ളതാണ് ഔട്ട്സോഴ്സ് സർവീസസ് ട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ക്ലീൻ സറൗണ്ടിങ്സ്, വൃത്തിയുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? രണ്ട് പോയിന്റും ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി എന്താണ്? പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് ദ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. എന്താ പറയുന്നത്? ഒരു എന്താണ് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പീരിയോഡിക്കലി വിലയിരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ്? അവിടുത്തെ എല്ലാ സേവനങ്ങളും ഒരു സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് സ്റ്റാൻഡേർഡ്? ഒരു നിലവാരമുള്ള ഹോസ്പിറ്റലിന് ഒരു സ്റ്റാൻഡേർഡ്സ്, പല സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് എന്താണ്? സ്കോർ വെച്ചിട്ടില്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്? ഒരു സ്കോർ കൊടുക്കില്ലേ നമ്മള്? സ്കോറിംഗ് കൊടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ പറഞ്ഞതൊക്കെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താണ് സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ? ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ എന്താണ് അതിൽ പറഞ്ഞത്? ചെക്ക് ലിസ്റ്റ് പ്രകാരം അല്ലെ, ക്വാളിറ്റിയുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പീരിയോഡിക്കലി ഇവാലുവേഷൻ ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ സേവനങ്ങള് സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വരെ ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ്. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പിനെ പറയുന്ന പേരുകളാണ്, ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പിനെ പറയുന്ന മറ്റു പേരാണ് നീഡ് അനാലിസിസ് ഓർ നീഡ് അസസ്മെന്റ്. നീഡ് അനാലിസിസ് ഓർ നീഡ് അസസ്മെന്റ്. അതുപോലെ ഗ്യാപ്പ് അനാലിസിസ് കൂടിയും പറയുന്നുണ്ട് കേട്ടോ. നീഡ് അനാലിസിസ്, ഗ്യാപ്പ് അനാലിസിസ്, നീഡ് അസസ്മെന്റ്. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ആവശ്യങ്ങൾ, ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ വിലയിരുത്തി അവിടുത്തെ നിലവിലുള്ള സർവീസുകൾ എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന സർവീസുകൾ എങ്ങനെയാണ്, അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല്? അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ആവശ്യങ്ങൾ, ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ നിലവിലുള്ള സർവീസുകൾ എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന പുതിയ സർവീസുകൾ എങ്ങനെയാണ്, അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈന്റ്സ്. എന്താണ്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ എന്താണ് ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് നമ്മൾ ആ വ്യക്തികളുടെ മേൽനോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ആ ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും അത് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലുകളില് നല്ല രീതിയിൽ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, മോണിറ്റർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി
മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾ വിലയിരുത്തുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ നിലവിലുള്ള സർവീസ് എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന സർവീസ് എങ്ങനെയാണ്, അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി നിലനിർത്തണമെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ചേർന്നുകൊണ്ട് ആ വ്യക്തികളുടെ മേൽനോട്ടത്തില് ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും അത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതും ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഫിഫ്ത് വൺ, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് of meeting related to quality certification. Quality certification agency ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ. ഏതൊക്കെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസീസ്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ്? നാബ് അല്ലെ? വെരി ഗുഡ്. JCI അല്ലെ? ഇതൊക്കെയാണ് എന്ത്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ തരണമെങ്കിൽ, ആ സർട്ടിഫിക്കേഷൻ തരണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുമായിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം അല്ലെ? മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ചെയ്യേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ തരണമെങ്കിൽ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? JCI അതുപോലെ നാബ് പോലുള്ള അതോറിറ്റിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. മീറ്റിംഗിന് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ്. ഇത്രവരെ ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ്? സിക്സ്ത് വൺ നോക്കിയേ. എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ് ഓൾ റെഗുലേറ്ററി കംപ്ലൈന്റ്സ് ലൈക്ക് BMW. നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. വെരി ഗുഡ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതുപോലെ എന്താണ്? ബ്ലഡ് ബാങ്ക് അല്ലെ? ഓർ സ്റ്റോറേജ് ലൈസൻസ്, AERD റെഗുലേഷൻസ്, റേഡിയേഷൻ ലൈസൻസ് എക്സെട്ര. എന്താണ് AERD? റേഡിയോളജി പഠിച്ചിട്ടില്ലേ നമ്മള്? റേഡിയോളജിയില് AERD അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ. അപ്പോ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ റേഡിയോളജിയില് ഒരു മിഷൻ സ്ഥാപിക്കണമെങ്കിൽ ഈ AERDയുടെ എന്ത് വേണം? സമ്മതം വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില എന്താണ് നിയന്ത്രണങ്ങളും അവർ പറയുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡുകൾ സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ അവർക്കുമുണ്ട്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനും എന്താണ്? വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസ് വേണം. ആ ലൈസൻസ് തരികയും അതുപോലെ തന്നെ പല നിയന്ത്രണങ്ങളും അവർക്കുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുതലായവ പോലുള്ള നിയന്ത്രണങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളുടെയും നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ, എല്ലാ ഹോസ്പിറ്റലുകാരും പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആര് ചെക്ക് ചെയ്യണം? ക്വാളിറ്റി മാനേജർ ചെക്ക് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ഡൗട്ട് വരുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി എന്താണ്? സെവൻത് വൺ നോക്കിയേ. Keep a record of non-functional devices and timeline for its repair along with the AMC for all equipments. AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിൻ്റനൻസ് കേട്ടോ. AMC എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആനുവൽ മെയിൻ്റനൻസ് ആണ്. അപ്പൊ എന്താണ്? അപ്പൊ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിവൈസസ് അല്ലെ, പ്രവർത്തനരഹിതമായ ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ ടൈം ലൈൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് അവർ റിപ്പയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെട്ട് നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. എന്താ പറഞ്ഞത്?
നോൺ ഫങ്ഷണൽ ഡിവൈസസുകൾ ഉണ്ടാവല്ലോ ഹോസ്പിറ്റലുകളില്. അപ്പൊ ആ ഡിവൈസസുകൾ നല്ല രീതിയിൽ സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്തുകൊണ്ട്, റിപ്പയർ ചെയ്തത് എങ്ങനെയാണ്, ഈ എന്താണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് വേണം റിപ്പയർ ചെയ്യാനായിട്ട്. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് റിപ്പയർ ചെയ്ത് അതിന്റെ എല്ലാ റിപ്പോർട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? 7th വൺ ക്ലിയർ ആയോ? ഓക്കെ. ഇനി 8th വൺ നോക്കിയേ. എന്താണ്? പ്ലാനിങ് ആൻഡ് വർക്ക് ഔട്ട് മോഡാലിറ്റീസ് ടുവേർഡ്സ് upliftment, preventive maintenance of equipments and vehicles and modernization of hospital. എന്താ പറയുന്നത്? മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടാവും അല്ലെ? ഓരോ ഹോസ്പിറ്റലിലും പല പല എക്യുപ്മെന്റ്സ് ഉണ്ടാവും, പല പല വെഹിക്കിൾസ് ഉണ്ടാവും. അവയുമായിട്ട് ബന്ധപ്പെട്ട് പല എന്താണ് പല മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നവീകരണം അല്ലെ? ഹോസ്പിറ്റലിന്റെ നവീകരണം. അതുപോലെ തന്നെ എന്താണ്? അഫ്ലിറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഫ്ലിറ്റ്മെന്റ് എന്താണ്? ഉന്നമനം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിലെ ഉന്നമനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത്. ഈ മെയിൻ്റനൻസ് ഓഫ് എന്താണ് വെഹിക്കിൾസ് ആയാലും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ നവീകരണം ഒക്കെ അല്ലെ? ഹോസ്പിറ്റലിലെ നവീകരണം, മോഡേണൈസേഷൻ, അതുപോലെ തന്നെ വെഹിക്കിൾസ് ആയാലും എക്യുപ്മെന്റ്സിന്റെ ആയാലും എന്താണ് മെയിൻ്റനൻസ് വർക്കുകൾ, റിപ്പയർസ് ഒക്കെ ചെയ്യുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ മോഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡാലിറ്റീസ് എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങള്. ഓക്കെ, നടപടിക്രമങ്ങൾ. മോഡാലിറ്റീസ് മനസ്സിലായോ? നടപടിക്രമങ്ങള്. അപ്പോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നവീകരണങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ വെഹിക്കിൾ ആയാലും എക്യുപ്മെന്റ്സിന്റെ ആയാലും പുതിയ റിപ്പയർസ്, മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതുമാണ് എന്താണ് നവീകരണം. എന്താണ് ഹോസ്പിറ്റലിന്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ എടുക്കുക, അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ? നല്ല രീതിയിൽ ക്വാളിറ്റിയോടെ വേണം എല്ലാ എക്യുപ്മെന്റ്സ് പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ വെഹിക്കിൾസ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഹോസ്പിറ്റൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് നല്ല രീതിയിൽ അതിനെ നവീകരിക്കണം അല്ലെ? ഹോസ്പിറ്റലിനെ നവീകരിക്കാം. ക്വാളിറ്റിയോടെ നല്ല ക്വാളിറ്റി കെയർ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ് വേണം അതല്ലേ? ഇപ്പൊ മെയിൻ്റനൻസ് വർക്കുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താ സംഭവിക്കാം? നല്ല രീതിയിൽ നമുക്ക് ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ വെഹിക്കിൾസ് ആയാലും ഹോസ്പിറ്റലിലെ പുതിയ പുതിയ നവീകരണങ്ങളായാലും എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ് എടുക്കുന്നതും അതുപോലെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? ഇനി എന്താണ് 9th വൺ നോക്കിയേ. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് effective grievances redressal system both for employees and the patients. അറിയാലോ എന്താ പറയുന്നത്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായാലും അതുപോലെ അവിടെ ഉള്ള പേഷ്യൻസിനായാലും എന്ത് ചെയ്യണം? ഗ്രീവൻസസ് റിഡ്രസൽ സിസ്റ്റം എന്ത് ചെയ്യാ? നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അല്ലെ? ഒരു പരാതികൾ അവർക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവിടെയുള്ള പേഷ്യൻസിനായാലും എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അല്ലെ അങ്ങനെയുള്ള പരാതികൾ പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഗ്രീവൻസസ് റിഡ്രസൽ സിസ്റ്റം സ്ഥാപിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്.
ഓക്കെ ആണോ? ഇനി 10th വൺ നോക്കിയേ. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI and report action taken. എന്താ പറയുന്നത്? MIS എന്താ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ KPI എന്താ? KPI നമ്മളിപ്പോ പറഞ്ഞത് 32 പറഞ്ഞില്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ മുതലായവ. ഈ എന്താണ് MIS-ഉം അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആക്ഷനുകൾ എടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എഴുതേണ്ടതും അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ എന്താണ് കളക്ട് ചെയ്യേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ ആരാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായവയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ആക്ഷൻ എടുക്കേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ്. അവയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ചെയ്യേണ്ടതും ആരാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? 10th വൺ ഓക്കെയാണോ? ഇനി എന്താണ് 11th വൺ പറയട്ടെ. എന്താണ്? കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. എന്താ പറയുന്നത്? അതോറിറ്റിയെ അസസ് ചെയ്യുന്നതില് കോർഡിനേറ്റ് ചെയ്യണം അല്ലെ. എന്താണ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താണ് അതോറിറ്റി? നമ്മൾ പറയുന്നത് എന്താ? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ഉണ്ടല്ലോ. ഏതൊക്കെയാണത്? JCI, അതുപോലെ NAB അല്ലെ. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരാണ് നമുക്ക് എന്ത് തരുന്നത്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ തരുന്നത് അല്ലെ. ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ തരുന്നത് ഈ NAB ആണ്. അതുപോലെ തന്നെ JCI ആണ്. ഇവര് വരുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഇവരുമായിട്ട് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോഴും ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും എന്ത് വേണം? ഒരു കോർഡിനേഷൻ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? ഇനി 12 കേട്ടോ. 12 നോക്കിയേ. എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അവർക്ക് അങ്ങനെയുള്ള അറിവുണ്ട് എന്ന് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഈ ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് അറിവില്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതില് അവരെ ബോധവാന്മാരാക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? ലാസ്റ്റ് വൺ നോക്കിയേ. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി. എന്താണ്? ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ടതും അതിന്റെ ഓർഗനൈസ് ചെയ്യേണ്ടതും അതിന് ഫ്രെയിമിംഗ് ചെയ്യേണ്ടതും ആരാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? 13 പോയിന്റ് നോക്കിയാണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അപ്പൊ വായിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആവുമ്പോ മനസ്സിലാവുമല്ലോ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇത്രയും വരെയും ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ഡൗട്ട് ഉണ്ടോ? മിസ് പറഞ്ഞതില് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, താങ്ക് യു.